ഇനി തുടർന്നുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും ചില ചരിത്രങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകിയിരിക്കുന്നു. വലഖദ് ആതൈനാ, ആതാ നൽകി, ആതൈനാ നാം നൽകി. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകി. ദാവൂദ, ദാവൂദിനും വസുലൈമാന, സുലൈമാനും ഇൽമാ, വിജ്ഞാനം നൽകി. രണ്ടാൾക്കും വിജ്ഞാനം നൽകിയിരിക്കുന്നു. എന്താ ദാവൂദും സുലൈമാനും തമ്മിലുള്ള ബന്ധം? അലൈഹിമുസ്സലാം. എന്താ ബന്ധം? പാപ്പയും മോനാണ്. ആരാ പാപ്പ? പിന്നെ മോന് സുലൈമാൻ അലൈഹിസ്സലാം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നാം നൽകിയിരിക്കുന്നു. ഇൽമൻ, അറിവ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു കേവലം ഇൽമല്ല ഉദ്ദേശിക്കുന്നത്, വിശാലമായ അറിവാണ്. അൽ ഇൽമുൽ കസീർ വാസിഅ, വിശാലമായ വലിയ രൂപത്തിലുള്ള അറിവാണ് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അൽ ഇൽമുൽ വാസിഉൽ കസീർ, ധാരാളം വിശാലമായ അറിവുകൾ നാം അവർക്ക് നൽകി. അങ്ങനെ നൽകിയപ്പോഴോ അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ് രണ്ടാൾക്കും. സാധാരണഗതിയിൽ അനുഗ്രഹം കിട്ടിയാൽ മനുഷ്യന് നെകളിപ്പുണ്ടാവുക അല്ലേ? എന്നാൽ ഈ നബിമാര് നോക്കൂ, വഖാല, അവർ ഇരുവരും പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, എങ്ങനെയുള്ളവനാണ് ആ അല്ലാഹു, ഫദ്ദലനാ, അവൻ ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. ഫദ്ദല, ഞങ്ങളെ അവൻ ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു. അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീന. അലാ കസീരിൻ, അധിക ആളുകളെക്കാളും. അലാ കസീരിൻ, അധിക ആളുകളെക്കാളും. ആരിൽ നിന്നുള്ള? മിൻ ഇബാദിഹിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ അവന്റെ അടിമകളിൽ നിന്ന് അധിക ആളുകളെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അവർ ഇരുവരും പറയുകയും ചെയ്തു.